ജീവിതത്തിൽ ഒരു ഐശ്വര്യമില്ല, എന്ത് ചെയ്താലും പരാജയപ്പെട്ട് കിടക്കാണ്. നിന്റെ ദുരഭിമാനം ഇന്ന് നീ കായലിൽ എറിയുക. ദൈവത്തെ വിളിക്കാനുള്ള നിന്റെ നാണക്കേട് ഇന്ന് ഈ വെള്ളത്തിൽ എറിഞ്ഞു കളയുക. ദൈവത്തെ ആരാധിക്കാനുള്ള നിന്റെ ദുരഭിമാനം, നാണക്കേട് ഈ വെള്ളത്തിൽ എറിഞ്ഞു കളയുക. ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുക. നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശുവിനെ ആരാധിക്കുക. ദൈവത്തെ ഏറ്റുപറയുക. മത്തായി 10:31 മനുഷ്യരുടെ മുമ്പിൽ നീ ദൈവത്തെ ഏറ്റുപറഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ അവൻ നിന്നെ ഏറ്റുപറയും. നീ ദൈവത്തെ ഏറ്റുപറഞ്ഞാൽ ദൈവം നിന്നെ ഏറ്റുപറയും. അപ്പൊ പറയുകയാണ് സങ്കീർത്തനം 1:3, നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവന്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. അവൻ എന്ത് ചെയ്താലും അതിനകത്ത് ഐശ്വര്യമുണ്ടാവും. അതുകൊണ്ട് ചെറുപ്പക്കാരാ, നീ വചനം ബൈബിൾ എടുക്കുക. ചെറുപ്പക്കാരി, നീ ബൈബിൾ എടുക്കുക. നിന്റെ മൊബൈൽ താഴെ വെച്ചിട്ട് നീ ബൈബിൾ എടുത്ത് വായിക്കാൻ തുടങ്ങുക. നിനക്ക് ഐശ്വര്യം ഉണ്ടാവും, അഭിവൃദ്ധി ഉണ്ടാവും. നിന്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന വഴികൾ തുറക്കപ്പെടും. വിശുദ്ധ ബൈബിൾ നിന്റെ തലവര തിരുത്തും. നിന്നെക്കുറിച്ച് നീ ഒരു പരാജയമാണെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ ശിരസുയർത്തി നിൽക്കാൻ ദൈവം നിന്നെ ഇടയാക്കും. ബൈബിൾ എടുത്തവനെയും ബൈബിൾ പിടിച്ചവനെയും ബൈബിൾ വായിച്ചവനെയും ദൈവം ഒരിക്കലും നാണം കെട്ട് ജീവിക്കാൻ ഇടയാക്കിയിട്ടില്ല.